അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും അറിയാനുള്ളത് ഒരു സബ് വൂഫർ ഫിൽറ്റർ എങ്ങനെ ഒരു പവറുമായിട്ട് മാച്ച് ചെയ്യിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ സബ് വൂഫർ ഫിൽറ്റർ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഇൻപുട്ടിൽ വരുന്ന കപ്പാസിറ്റർ എപ്പോഴും ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഉപയോഗിക്കരുത്, MKT ആയിരിക്കണം. കാരണം ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വഴി വരുന്ന സിഗ്നലിൽ ജെർക്കിംഗ് ക്വാളിറ്റി ഉണ്ടായിരിക്കും. അതുകൊണ്ട് സ്പീക്കർ ചുമ്മാ ഓസിലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഔട്ടിൽ വരുന്ന കപ്പാസിറ്ററും MKT ആയിരിക്കണം. ഒരു 1 MFD അല്ലെങ്കിൽ 470, 560, 680 NFന് അകത്തുള്ള MKT ആയിരിക്കണം ഉപയോഗിക്കാനുള്ളത്. അതുപോലെ സബ് വൂഫർ ഫിൽറ്ററിൻ്റെ IC LM324 ഇതുപോലുള്ള ICകളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. JRC 4558, TLS 71, പിന്നെ NE 5532 ഇതുപോലുള്ള IC ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കിയ ശേഷം TLO 84 ചെറിയ 4 പിന്നുള്ള IC ആണെങ്കിൽ TLO 82 ഇതുപോലുള്ള IC ഉപയോഗിക്കണം. അടുത്തായി പറഞ്ഞു തരാനുള്ളത് IC ഡയറക്റ്റ് ഒരിക്കലും സോൾഡർ ചെയ്ത സബ് വൂഫർ ഫിൽറ്റർ മേടിക്കരുത്. ഇതുപോലെ ബേസിൽ IC ഇട്ട ബോർഡ് മാത്രമേ വാങ്ങിക്കാവൂ. അത്രയും മനസ്സിലായിട്ടുണ്ടെന്ന് പറയാം. ഇനി പവറിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒത്തിരി മനസ്സിലായല്ലോ. ഇൻപുട്ട് MKT ആയിരിക്കണം, ഔട്ട് MKT ആയിരിക്കണം. പിന്നെ ഇതിനകത്ത് ഏതെങ്കിലും ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റിയ ശേഷം MKT ഉപയോഗിക്കണം. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ സബ് വൂഫറിന് പറ്റിയതല്ല. പിന്നെ വോൾട്ടേജ് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 15 വോൾട്ട് സെനാറിൽ 15 വോൾട്ട് IC കൊടുക്കില്ല. മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 15 വോൾട്ട് ആയിരിക്കും. അതുകൊണ്ട് 15 വോൾട്ട് സെനാറിൽ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 15 വോൾട്ടിൽ റെഗുലേറ്റ് ICയിൽ റെഗുലേറ്റ് ചെയ്തതിന് ശേഷം 220 ohms റെസിസ്റ്റൻസർ ലോഡ് ചെയ്ത് വേണം വീണ്ടും ICയിലോട്ട് കണക്ട് ചെയ്യാൻ. അപ്പോഴേ 13.5 നമുക്കൊരു വോൾട്ട് വേരിയേഷൻ കിട്ടും. പവറിൻ്റെ ഇൻപുട്ട് സെക്ഷനിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെയും 10 UF കപ്പാസിറ്റർ ആയിരിക്കും ഇരിക്കുന്നത്, അത് മാറ്റുക. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഒഴിവാക്കിയതിന് ശേഷം അവിടെയും ഒരു 1 MFD 105ൻ്റെ MKT ഉപയോഗിക്കണം. അപ്പം ഔട്ടിൽ ഇന്നിൽ പവറിൻ്റെ ഇൻപുട്ടിലും MKT ഉപയോഗിക്കണം. ഇനി നിങ്ങൾക്കൊരു തരത്തിലുള്ള ഡിസ്ട്രോഷനും ഉണ്ടാവില്ല. അതുപോലെ നെറ്റ്വർക്ക് സെക്ഷനിൽ വരുമ്പോഴത്തേക്കും ഒരു 220 MFD കപ്പാസിറ്ററെ ഉപയോഗിക്കാവൂ. അതിന് മുകളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹെവി ബാസ് ആയിരിക്കും, സ്പീക്കർ അനാവശ്യമായിട്ട് ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ സബ് വൂഫർ ഫിൽറ്ററിൻ്റെ സംശയത്തിനുള്ള മറുപടിയായിരുന്നു. സംശയമുള്ളവർ കമൻറ്റിൽ ചോദിക്കുക. പിന്നെ അനാവശ്യമായ കമൻറ്റുകൾ ഒഴിവാക്കുക. പിന്നെ ആംപ്ലിഫയറിൻ്റെ വയറിംഗ് വൃത്തിയില്ല, അത് വൃത്തിയില്ല, ഇത് വൃത്തിയില്ല എന്നും പറയില്ല. കാരണം ഇത് പഠിപ്പിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ആംപ്ലിഫയറാണ്. അതിപ്പോൾ വരിഞ്ഞ് കെട്ടി വയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ.